നമ്മളിന്ന് പോകുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ ഏറ്റവും മികച്ച വെള്ളച്ചാട്ടങ്ങൾ 3 വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ ആ 3-ൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് നോക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ 3 വെള്ളച്ചാട്ടങ്ങളും ഒരേ പ്രദേശത്ത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകതയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ കൽക്കുണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ 3 വെള്ളച്ചാട്ടങ്ങളും ഉള്ളത്. ഈ നിലമ്പൂരിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് നമുക്ക് ഈ കൽക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശം ഉള്ളത്. അപ്പോൾ അവിടെ വന്ന് നമുക്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ വെള്ളച്ചാട്ടങ്ങളുടെ. എൻ്റെ കൂടെയുള്ളത് ജെഫിനും ജോസഫുമാണ്. അവരാണ് ഇന്ന് നമുക്ക് വേണ്ടി വഴി തെളിച്ച് തരുന്നത്. എന്തായാലും നമ്മൾ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലെത്തിയിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് സ്വപ്നക്കുണ്ട്. വളരെ മനോഹരമായിട്ടും എന്നാൽ ശാന്തമായിട്ടും കിടക്കുന്നൊരു വെള്ളച്ചാട്ടമാണിപ്പോൾ. പക്ഷേങ്കിൽ ഇത് നല്ല മഴയുള്ള സമയത്ത് ഇവിടെ അടുക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള സൗണ്ടും നിറയെ കുഴികളും ഒക്കെ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. അതുകൊണ്ട് ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഇറങ്ങാം. സാധാരണ കൊച്ചു കുട്ടികൾക്ക് വരെ ഇറങ്ങി കുളിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു വേനൽക്കാല സമയത്ത് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് വീണ്ടും 1 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് അടുത്ത വെള്ളച്ചാട്ടത്തിലെത്താനായിട്ട് പറ്റും. അതിൻ്റെ പേരാണ് ബെന്നിക്കുണ്ട്. ഇവിടെയും മഴയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ അധികം വെള്ളമില്ലാതിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കുളിക്കാനായിട്ടും ഫ്രഷ് ആവാനായിട്ടും ഒക്കെ പറ്റിയൊരു ഇടം തന്നെയാണ് ഇവിടെ. പക്ഷേ എങ്കിലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ വേണം നമുക്ക് നടന്നു വരാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും കടന്നു വരാനായിട്ട് സാധിക്കില്ല. ചിലർ അറിയാവുന്നവരുണ്ടെങ്കിൽ മാത്രമേ അവർ കടത്തി വിടത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നിക്കാണും, കുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. കരുവാരകുണ്ട്, കൽക്കുണ്ട്, ബെന്നിക്കുണ്ട്, സ്വപ്നക്കുണ്ട്, അങ്ങനെ കേരള കുണ്ട്, അങ്ങനെ നിരവധി കുണ്ടുകൾ നിങ്ങൾ കേട്ടു. കുണ്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ അർത്ഥം കുളം എന്ന് തന്നെയാണ്. കുളം, കുഴി അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ഇവിടെ കുണ്ട് എന്ന് പറയുന്നത്. മലപ്പുറംകാരുടെ ഒരു ഭാഷാ രീതിയാണ് അത്, കുണ്ട് എന്നതുകൊണ്ട്. അധികം മഴയും വെള്ളവും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നടന്നു പോയി കാണാനായിട്ടുള്ള മനോഹരമായ സ്ഥലങ്ങളുമുണ്ട് ഇവിടെ. അതായത് നമ്മുടെ ബെന്നിക്കുണ്ടിൽ നിന്ന് കുറച്ചുകൂടി നടന്നു പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെ കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒഴുകുന്ന വാട്ടറൊക്കെ വളരെ മനോഹരമായതും അതുപോലെ തന്നെ ശുദ്ധമായതുമാണ്. കണ്ടോ, യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലാതെ നല്ല തെളിനീരൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുളിക്കുന്നിടത്ത് കുടിക്കാൻ പറ്റുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒഴുകുന്നിടത്തൊക്കെ കുടിക്കാനായിട്ട് പറ്റും. യാതൊരുവിധ മാലിന്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. നല്ല തെളിനീരായിട്ട് കിടക്കുന്നു. നമുക്ക് അടിത്തട്ട് വരെ കാണാവുന്ന രീതിയിലാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പ്രത്യേകതയുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കേരള കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള, കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. ഇവിടേക്ക് പോകാനായിട്ട് നമ്മുടെ ബെന്നിക്കുണ്ടിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ കാറാണ് തിരഞ്ഞെടുത്തത്. ജീപ്പ് മുകളിലേക്ക് കയറിപ്പോകും. പക്ഷേ ജീപ്പിൽ പോകാതെ തന്നെ നമ്മൾ നടന്നു പോകാനായിട്ടാണ് തീരുമാനിച്ചത്, കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് ഇതുപോലെ കല്ല് പാകിയ റോഡിലൂടെ വേണം നമുക്കൊരു 1 കിലോമീറ്ററോടെ നടന്നു പോകാൻ. എങ്കിൽ മാത്രമേ നമുക്ക് കേരള കുണ്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റൂ. വർഷങ്ങൾ പഴക്കമുള്ള ഇത്തിൾ കയറിയ മരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ. വളരെ മനോഹരമായ റോഡ് അങ്ങനെ നടന്നു പോകുമ്പോൾ കാണാവുന്ന കാഴ്ചകളാണിതൊക്കെ. എന്തായാലും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഈ മരങ്ങളുടെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ. ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും നടന്നപ്പോഴത്തേനും കേരള കുണ്ടിൻ്റെ ഒരു ഗേറ്റ് കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് ടിക്കറ്റ് എടുത്ത് വേണം താഴോട്ട് ഇറങ്ങി പോകാനായിട്ട്.
വീണ്ടും താഴേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും ഒരു എൻട്രൻസ് ഗേറ്റ് കണ്ടു. ഇവിടെ ടിക്കറ്റൊന്നുമില്ല, വെറുതെ താഴോട്ടിറങ്ങിപ്പോയാൽ മതി. ഇവിടെ നിന്ന് താഴോട്ടിറങ്ങിപ്പോയപ്പോൾ മനോഹരമായൊരു പൂന്തോട്ടമാണത്. അതും കഴിഞ്ഞ് ഒരു ചെറിയ പാലം കയറിയിട്ട് വേണം നമുക്ക് കുണ്ടിലേക്ക് എത്തിച്ചേരാനായിട്ട്. എന്തായാലും ഇവിടെ ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മനോഹരമായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട്. 60 രൂപ ടിക്കറ്റ് ഞങ്ങൾ 3 പേർക്ക്, ഒരാൾക്ക് 20 രൂപ വെച്ചെടുത്തു. എന്തായാലും താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എല്ലാവിധ ഭീകരതകളും ഉണ്ട്. ഇവർ നല്ല രീതിയിൽ ഒരു വഴി പണിതിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് പറ്റും. എന്തായാലും കാഴ്ചകൾ മനോഹരമാണ്. ആ കാഴ്ചകൾ കണ്ട് താഴോട്ടിറങ്ങി പോകാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ റീൽസിലും വീഡിയോസിലും ഒക്കെ നിരവധി തവണ ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. എന്തായാലും നമുക്ക് ഇറങ്ങിപ്പോയി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം അധികം വെള്ളമില്ലാത്തതുകൊണ്ട്, മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാം. ഏത് സമയത്ത് വന്നാലും ഈ വെള്ളത്തിൽ നല്ല തണുപ്പാണ്. അതാണൊരു പ്രത്യേകതയുള്ളത്. നമുക്ക് ഇറങ്ങാൻ തന്നെ ഒരു തണുപ്പത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. എന്തായാലും അടിപൊളിയല്ലേ കാഴ്ചകൾ. കണ്ടോ, പാറയിടുക്കുകളിലൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നത്. നമുക്ക് ഒരാൾ താഴ്ചയാണിപ്പോൾ ഉള്ളത്. കേരളത്തിന് പുറത്തുള്ളവരും നിരവധി പേരുണ്ട്. ഇപ്പോൾ നമുക്ക് താഴെ കുളിച്ചിരിക്കുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുറച്ച് പേരൊക്കെ ഉണ്ട്. നമ്മളവരെ പരിചയപ്പെട്ടു. മുകളിൽ നിന്ന് നോക്കിയ ഒരു വലിയ കുഴിയാണ്. ആ കുഴിയിലാണ് ഇത്രയും നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. പുറത്തേക്ക് പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നമുക്ക് ചുറ്റിനും പാറക്കൂട്ടങ്ങളാണ്. പിന്നെ ആ പാറക്കൂട്ടങ്ങളിൽ നിന്നാണ് അവർ ആ റോഡ് വെട്ടിയെടുത്ത് നല്ല മനോഹരമായിട്ട് പാലം നിർമ്മിച്ച് താഴേക്ക് ഇറക്കി വിടുന്നത്. എന്തായാലും കൊച്ചു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റും. ഇച്ചിരി പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കും പെട്ടെന്ന് ഇറങ്ങി വന്ന് കുളിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റിയത് തന്നെ ഒരു പ്രത്യേക ഭാഗ്യമാണ്. കേരളത്തിൽ ഇത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തന്നെ ചിലരൊക്കെ നമ്മൾ റീൽസിലൊക്കെ കണ്ടപ്പോൾ ഇത്രയും മനോഹരമായ വെള്ളച്ചാട്ടം കേരളത്തിലാണോ എന്ന് തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സംശയമൊക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മാറിയെന്ന് വിചാരിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട 3 വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.